ഹരി ഓം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയല്ലോ അല്ലേ? പേപ്പറൊക്കെ ഉടനെ കിട്ടും. എല്ലാം പേപ്പറൊക്കെ ഇപ്പോൾ കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ വാട്സപ്പിലൊക്കെ നോക്കി എല്ലാം പറയും. മാർക്കൊക്കെ കിട്ടുമ്പോൾ നോക്കുക, എവിടെയാണ് മാർക്ക് കുറഞ്ഞതെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം കേട്ടല്ലോ. ഇനിയിപ്പം പഠിത്തത്തിനാണെങ്കിൽ എപ്പോഴും മുൻതൂക്കം കൊടുക്കേണ്ടത്. കാരണം അടുത്ത എക്സാം അടുത്ത് വരികയാണ്. നല്ല മാർക്കില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ ഒരു കാര്യം. അതുകൊണ്ട് ഇനിയും പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അതോടൊപ്പം സേഫായിട്ട് വീട്ടിൽ ഇരിക്കുകയും ചെയ്യണം. കാരണം ഇടയ്ക്കിടയ്ക്ക് കൊറോണയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പോയിട്ടൊന്നുമില്ല. അതുകൊണ്ടെങ്കിലും ശ്രദ്ധിച്ചിരിക്കുക. ജാഗ്രതയോടുകൂടി നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. വീഡിയോ കാണുക, കറക്റ്റായിട്ട് ക്ലാസ്സിൽ കയറുക, ഇതൊക്കെ ശ്രദ്ധിക്കണം. പോകുമ്പോൾ മാസ്ക് കൊണ്ടുപോകണം. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് മാസ്ക് കൊണ്ടുപോകണം, സാനിറ്റൈസർ കൊണ്ടുപോകണം. അതൊന്നും മറന്നു പോകരുത് കേട്ടല്ലോ. മറന്നു പോവോ? ഇല്ല. ഓക്കെ, ശരി. ഇനി നമ്മൾ സാന്ത്വന തോട്ട്സ് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചേ. റിമെമ്പർ ഈവൻ ദിസ് വിൽ പാസ് അവേ. റിമെമ്പർ ഈവൻ ദിസ് വിൽ പാസ് അവേ. എന്തോർക്കാനാണ് പറയുന്നത്? ഇതും കടന്നു പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. എന്താണ് ഇതും കടന്നു പോകുന്നത്? പല പല കാര്യങ്ങളുണ്ട് അല്ലേ? ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ കൊറോണയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ? ഇതിനു മുമ്പ് പ്രളയമായിരുന്നു, അതിനൊക്കെ മുമ്പ് സുനാമി വന്നു, ഇങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട് അല്ലേ? കൊറോണ ഇപ്പം നമ്മളെ ഒരു 1-2 വർഷമായിട്ട് ഇങ്ങനെ പിടികൊടുക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിപ്പോൾ ഒമിക്രോണായി. അപ്പോൾ ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൽ വരുന്നതാണ്. ഇതെല്ലാം കടന്നു നോക്കുള്ളൂ അല്ലേ? കഴിഞ്ഞ വർഷവും നമ്മൾ ഫുൾ ലോക്ക്ഡൗൺ ആയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? ആരും വെളിയിലോട്ടൊക്കെ ഒന്നും ഇറങ്ങാതെ ഇരുന്ന ഒരു കാലഘട്ടം. പക്ഷെ അതിൻ്റെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഇപ്പം എല്ലാ ആൾക്കാരും നിങ്ങളുടെ സ്കൂളിൽ എത്തുന്നുണ്ട്, ഒരു ദിവസത്തിൽ എത്താൻ പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം വരെ അങ്ങനെയായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പം വീണ്ടും തിരിച്ചായി. കുറച്ചൊക്കെ അമേരിക്കൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് അധികം പോകരുത്. പക്ഷെ ഇതൊക്കെ തന്നെ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ നമുക്ക് ഇതെല്ലാം കടന്നു പോകും. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും സുഖം തന്നെയാണ് അല്ലേ? സുഖവും ദുഃഖമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. അപ്പോൾ ദുഃഖം വരുമ്പോൾ നമ്മൾ അമിതമായിട്ട് അത് വിഷമിച്ചിരിക്കരുത്. അതുപോലെ സുഖം വരുമ്പോൾ അമിതമായിട്ട് സന്തോഷിക്കുകയും ചെയ്യും അല്ലേ? അപ്പോൾ ഇതൊക്കെ കടന്നു പോകും. എന്താണ് ദുഃഖവും സുഖവും സ്ഥിരമായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ചില പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞത് എന്താണ്? റിമെമ്പർ ഈവൻ ദിസ് വിൽ പാസ് എന്ന് പറഞ്ഞത്. ഇതും കടന്നു പോകും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അമിതമായിട്ട് ആവശ്യമില്ലാതെ സന്തോഷിക്കുകയോ ദുഃഖം വരുമ്പോൾ കൂടി വിഷമിച്ചിരിക്കുകയോ ചെയ്യാതെ എല്ലാത്തിനെയും നേരിടാനുള്ളൊരു മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പാഠഭാഗം അല്ലേ? യാത്രാമന്ത്രം. ആരെ എഴുതിയാന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് ആലോചിച്ച് ആരൊക്കെ എഴുതിയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓർത്തേ. ആരെഴുതിയാണെന്ന് പറഞ്ഞ കൃഷ്ണപ്രഭ, സിസ്റ്റർ മേരി മെലിഞ്ച, അല്ല വേറെ പേരുണ്ട് കേട്ടോ, മേരി ജോൺ തോട്ടോന്നുണ്ട്. നേരത്തെ 2 പേരുണ്ട്. സിസ്റ്റർ മേരി മെലിഞ്ച എന്നാണ് കൂടുതൽ അറിയുന്നത്. മേരി ജോൺ തോട്ടോ ഒരു പേരുണ്ട്. ആ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സന്യാസിനിയായ കവിയത്രി എന്നാണ് അറിയപ്പെടുന്നത്. അത് കൊടുത്തിരിക്കുന്നത്. സന്യാസിനിയായ കവിയത്രി, കവിയല്ല കവിയത്രി. എന്താണ്? സ്ത്രീകളായാണ് കവിയത്രി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സന്യാസിനിയും കവിയത്രിയുമായ ആരാണ്? സിസ്റ്റർ മേരി മെലിഞ്ചയുടെ ഒരു കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രാ വന്ദനം എന്നുള്ളത് അല്ലേ? ഇനി സിസ്റ്റർ മേരി മെലിഞ്ചയുടെ ഒരു 3-4 കൃതിയുടെ പേരെന്ന് പറഞ്ഞേ. 3 കൃതിയുടെ പേര് ദർശനം എന്ന് പറഞ്ഞേ. കവിതാരാമം, ശരിയാ പറഞ്ഞത്. ഭാരത മഹാലക്ഷ്മി, ലോകമേ യാത്ര. ഇതെല്ലാം ആരുടെ കൃതികളാണ്? സിസ്റ്റർ മേരി മെലിഞ്ചയുടെ കൃതികളാണ്. മെലിഞ്ഞ കവിതകൾ എന്നൊരു കവിതാ സമാഹാരമുണ്ട്. അതിലെ ഒരു കവിതയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓർക്കണം കേട്ടോ, മറന്നുപോകരുത്. മെലിഞ്ഞ കവിതകൾ, അതിലെ ഒരു കവിതയാണ് യാത്രാ മന്ദിരം. ഇനി യാത്രാമന്ത്രം നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലേ? അതിലെ ആദ്യ ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യ ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധ പറയട്ടെ. എന്താ പറയുന്നത്? അവിടുത്തെ മെയിനായിട്ടുള്ള ആശയം എന്താണ്? ഒരു വ്യക്തി സന്യാസ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മഠത്തിലേക്ക്, ക്രിസ്തു മത വിശ്വാസിയായതുകൊണ്ട് മഠം എന്നാണ് പറയുന്നത്. ആ മഠത്തിലേക്ക് അല്ലേ? അപ്പോൾ ആ മനസ്സിലെ ചിന്തകളാണ്
പറഞ്ഞത്. എന്തൊക്കെയാണ് ആദ്യം ചിന്തിക്കുന്നത് പറഞ്ഞാലല്ലോ, നിങ്ങൾ വീട്ടിലുള്ളവരോട് പറയുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, യാത്ര പറയുകയാണ്. അപ്പം നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനാ പറഞ്ഞത്? എന്ത് ചെയ്യാനാ സുരജ പറഞ്ഞേ? തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുക. ശരിയാ പറഞ്ഞത്, തലയ്ക്ക് കൈവച്ച് എന്നെ അനുഗ്രഹിക്കാൻ ഞാൻ പോയിടട്ടെ. പിന്നെന്താ പറഞ്ഞത്? എവിടെ നമുക്കൊന്നിച്ച് കാണാൻ പറ്റും എന്നാ ശിവാനി പറഞ്ഞേ? ദിനാന്തരശ്മികൾ തട്ടിടാത്ത ലോകത്ത്, അതായത് സൂര്യൻ്റെ രശ്മികൾ, ദിനാന്ത രശ്മി എന്ന് വെച്ചാൽ സായം സന്ധ്യയുടെ അല്ലെങ്കിൽ സന്ധ്യാസമയത്തിൻ്റെ അല്ലേ, അതിൻ്റെ പ്രകാശമൊന്നും തട്ടിടാത്ത ലോകം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിച്ചത്? സ്വർഗത്തിലെത്തുമ്പോൾ നമുക്കൊരുമിച്ച് കാണാം എന്നാണ് ആര് പറയുന്നത്? ഈ സന്യാസിനിയാകാൻ പോണ വ്യക്തി പറയുന്നത്. കാരണം ഇനി ഇങ്ങോട്ട് തിരിച്ച് വരത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ. ദിനാന്തരശ്മി തട്ടിടാത്തൊരു നാട്ടിൽ മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാൻ അനാകുലം സുഖിക്കാം. നമുക്ക് നാം പരസ്പരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഒരു വിശ്വാസമാണ്. സ്വർഗത്തിൽ പോകുക, നരകത്തിൽ പോകുന്നൊക്കെ പറയും അല്ലേ. നല്ല കാര്യങ്ങൾ സ്വർഗത്തിലും അല്ലാതുള്ള നരകത്തിൽ, ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ഇവിടെ എന്താണ്? അനാകുലം സുഖിക്കും എന്നാണ്. എവിടെ? ദിനാന്തരശ്മി തട്ടിടാത്ത ലോകമായ സ്വർഗത്തിൽ നമുക്ക് യാതൊരുവിധമായ ദുഃഖവുമില്ല. അനാകുലം വാക്കിനർത്ഥം എന്താണ്? ദുഃഖം ഇല്ലാതെ സുഖിക്കുമെന്ന് പരസ്പരം കണ്ടിടാം എന്നാണ് പറയുന്നത് അല്ലേ. അവിടെ നമുക്ക് ഒത്തുചേരാം എന്നാണ് പറയുന്നത്. അപ്പോഴവർ പോകാൻ നേരം കുറച്ച് മുഖങ്ങളൊക്കെ കണ്ടു അല്ലേ. ആ മുഖത്ത് സന്തോഷമായിരുന്നു, സങ്കടമായിരുന്നു. ഭാവന സങ്കടമായിരുന്നു. സഹോദരങ്ങളുടെ മുഖത്ത് നല്ല സങ്കടമായിരുന്നു അല്ലേ. ആ മുഖം കാണുമ്പോൾ അറിയാം അല്ലേ, കളങ്കമറ്റ നിഷ്കളങ്കമായ ആ മുഖത്തിന് സങ്കടം വിലലിച്ചു നിൽക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പം എന്നിട്ട് എന്താ പറഞ്ഞത്? ഇളക്കമറ്റു നിന്നിടുന്ന അല്ലയോ കൊച്ചു സഹോദരികളെ അല്ലേ. യാതൊരു വിധമായ ഇളക്കമില്ലാതെ അനക്കമില്ലാതെ നിൽക്കുകയാണ്. ഇവർ പോകാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിഷമം കൊണ്ട് ഇങ്ങനെ അനങ്ങാൻ നിൽക്കുക. അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ അവരോട് പറയുക, ആശ്വസിക്കുക, ഞാൻ പോയിടട്ടെ, പോയി വരട്ടെ എന്നേ പറഞ്ഞില്ല, പോയിടട്ടെ എന്നേ പറയുള്ളൂ അല്ലേ. നിങ്ങൾ ആശ്വസിക്കുക, പോയിടട്ടെ, നിങ്ങൾ വിഷമിക്കാതിരിക്കുക, ഞാൻ പോട്ടെ എന്നാണ് പറയുന്നത്. അവിടെ വരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒരു സന്യാസ ജീവിതത്തിലേക്കുള്ള ഒരു വ്യക്തിയുടെ യാത്രയുടെ ആരംഭം, അവർ വീട്ടിൽ നിന്ന് പോകാൻ പോവുകയാണ്. സഹോദരങ്ങളൊക്കെ വിഷമിച്ചിരിക്കുന്നു. എങ്കിലും അവരോട് എന്താ പറഞ്ഞേ? എൻ്റെ അനുഗ്രഹിക്കാത്തവയിൽ കൈവച്ചെന്നെ അനുഗ്രഹിക്കാന്ന് പറയുന്നത്. ഒരുപക്ഷെ ഉള്ളിൽ വിഷമം കാണും അല്ലേ. കാരണം അത്രയും നാളും ജീവിച്ച് വളർന്ന അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളോടും ഒപ്പം വളർന്ന ഒരു സന്തോഷകരമായ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ഥലത്തേക്കാണ് ഇനി പോകാം അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം എന്തായാലും ദുഃഖം ഉള്ളിൻ്റെ ഉള്ളിൽ കാണും എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ ദുഃഖിച്ചിട്ട് കാര്യമില്ല, പോയേ പറ്റത്തുള്ളൂ. സന്യാസിനിയാകാൻ തീരുമാനിച്ചാണെന്ന് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അന്യ സഹോദരങ്ങളെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുക, ആശ്വസിക്കുക എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ അത്രയും കാര്യങ്ങൾ ക്ലാസ് പഠിച്ചു. ഇനി ബാക്കി ക്ലാസ് പഠിച്ചു. കരങ്ങളായ പിഞ്ചുവല്ലി രണ്ടുകൊണ്ടും എൻ്റെ മെയ് വലിഞ്ഞു കെട്ടി നിന്നു കേണിടുന്ന കുഞ്ഞു സോദര, പിരിഞ്ഞു പോയിടേണ്ട നേരമായെനിക്കു ഞാനിതാ തരുന്നു നിൻ മുഖത്തൊരുമ്മ വിട്ടയക്കുമെന്നെ നീ. പിറന്നു നിൻ തറയ്ക്കുമേലകത്തെ വായു ശ്വസിച്ച് ഉറങ്ങി നിന്റെ തട്ടുകൾക്ക് കിഴിലീതിനമ്പരെ. നിറഞ്ഞ മോദമോടുവാണ ഞാൻ മതിയ ഗേഹമേ, ഇറങ്ങിടുന്നു നിന്നെ വിട്ടു പോയിടുന്നു നിത്യമായി. കരങ്ങളായ പിഞ്ചുവല്ലി, ശ്രദ്ധിച്ചോളിനി, കരങ്ങളായ പിഞ്ചുവല്ലി രണ്ടുകൊണ്ടും എൻ്റെ മെയ് വലിഞ്ഞു കെട്ടി നിന്ന് കേണിടുന്ന കുഞ്ഞു സഹോദര. കൂട്ടത്തിൽ ഏറ്റവും ചെറിയൊരു സഹോദരനോട് പറയുകയാണ്. കരങ്ങളായ പിഞ്ചുവല്ലി കൊച്ചു സഹോദരനാണ്. അതുകൊണ്ടാണ് പറഞ്ഞേ, കരങ്ങളാകുന്ന പിഞ്ചുവല്ലി കൊണ്ട് എന്നെ വലിഞ്ഞു കെട്ടിയിരിക്കും. അപ്പോൾ അവർ പോകണ്ടെന്ന് പറഞ്ഞിങ്ങനെ വലിഞ്ഞു മുറുക്കി ആ കുഞ്ഞു കരങ്ങൾ കൊണ്ട്. കുഞ്ഞു കരങ്ങളാകുന്ന വള്ളികൾ എന്നാണ് പറഞ്ഞത്. മൃദുവായ കൈയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ആ മൃദുവായ കൈകൾ കൊണ്ട് ഇങ്ങനെ വലിഞ്ഞു കെട്ടി നിൽക്കുന്ന ഒരു സഹോദരൻ. ആ സഹോദരനോട് എന്താണ്? പിഞ്ചുവല്ലി രണ്ടുകൊണ്ടും എൻ്റെ മെയ് വലിഞ്ഞു കെട്ടി
നിന്ന കേണിടുന്ന അല്ലയോ സഹോദര, പിരിഞ്ഞു പോയിടേണ്ട നേരമായി എനിക്ക് പോയേ പറ്റത്തുള്ളൂ. എനിക്ക് നിങ്ങളെ പിരിയേണ്ട സമയമായിരിക്കുന്നു. ഞാൻ നിനക്ക് ഒരു ഉമ്മ തരുന്നു. കാരണം ഇനി നാളെ ഇങ്ങോട്ട് വരുന്നില്ല അല്ലേ? നാളെ വന്ന് ഉമ്മ തരികയോ കഥകൾ പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരുപക്ഷെ മൂത്ത സഹോദരിയാകാം, അല്ലെങ്കിൽ ഇളയ സഹോദരനാണ് വരിഞ്ഞു കെട്ടി ആ ശരീരം കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്, വിടാതെ നിൽക്കുകയാണ്, പോണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ എന്താണ് പറഞ്ഞത്? എനിക്ക് പോയേ പറ്റത്തുള്ളൂ അല്ലേ? നേരമായി, എനിക്ക് പോകാനുള്ള സമയമായി, നമുക്ക് പിരിയാനുള്ള സമയമായി. അതായത് ഈ ബന്ധങ്ങളൊക്കെ അല്ലെങ്കിൽ ബന്ധങ്ങളെയൊക്കെ വേർപെടുത്തി പോകാനായിട്ട് സമയമായി അല്ലേ? ലൗകിക ബന്ധങ്ങളെ അവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ്, സന്യാസിനിയാകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ നേരമായിരിക്കുന്നു. ഞാനിതാ തരുന്നു നിന്റെ മുഖത്തൊരുമ, വിട്ടയക്ക് എന്നെ മാറി നിൽക്കാൻ, എന്നെ വിടുക, ഞാൻ നിൻ്റെ നെറ്റിയിൽ ഒരുമ തരികയാണ്. നിൻ്റെ നെറ്റിയിൽ മുഖത്താണ് നമ്മുടെ സാധനങ്ങളുടെ നെറ്റിയിലാണ് ഉമ്മ കൊടുക്കുക അല്ലേ? അപ്പോൾ നിൻ്റെ മുഖത്ത് ഞാൻ ഒരു ഉമ്മ തരികയാണ്. നീ എന്നെ വിട, എന്നെ ഇങ്ങനെ വലിഞ്ഞു കെട്ടാതെ അല്ലേ? അതായത് കുട്ടി വലിഞ്ഞു കെട്ടിയാലും സഹോദരൻ വലിഞ്ഞു കെട്ടിയാലും പോയേ പറ്റത്തുള്ളൂ സഹോദരിക്ക്. അത് സന്യാസിനിയാകാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് എന്തായാലും പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അല്ലയോ സഹോദര, എന്താണ് വിട്ട് എന്നെ വിടുക എന്ന് പറയുന്നു. ഞാൻ നിനക്കൊരു ഉമ്മ തരാം. കരങ്ങളായ പിഞ്ചുവല്ലി രണ്ടുകൊണ്ടും എൻ്റെ മേൽ വരിഞ്ഞു കെട്ടി നിന്നു കേണിടുന്ന കുഞ്ഞു സോദര, പിരിഞ്ഞു പോയിടേണ്ട നേരമായി എനിക്കു ഞാനിതാ തരുന്നു നിൻമുഖത്തൊരുമ്മ, വിട്ടയറ്റുകെന്നിനി. പിറന്നു നിന്തറയ്ക്കുമേലകത്തെ വായുവും ശ്വസിച്ച് ഉറങ്ങി നിന്റെ തട്ടുകൾക്ക് കീഴിൽ ഈ ദിനം വരെ നിറഞ്ഞ മോദമോടുമാണ് ഞാൻ മതിയ ഗേഹമേ, ഇറങ്ങിടുന്നു നിന്നെ വിട്ടു പോയിടുന്നു നിത്യമായി. പിറന്നു, ബാക്കി ശ്രദ്ധിച്ചേ, പിറന്നു നിന്തറയ്ക്കുമേലകത്ത്. നിന്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ സഹോദരങ്ങൾ? നല്ല ഉദ്ദേശമല്ലേ? വീടിനെയാണ് ഉദ്ദേശിച്ചത്. നിന്റെ തലയ്ക്ക് മേലകത്തെ വായു ശ്വസിച്ച് ഉറങ്ങി നിന്റെ തട്ടുകൾക്ക് കീഴിൽ ഈ ദിനം വരെ. ഈ തട്ടിന് താഴെ വീടല്ലേ? ആ വീട്ടിനുള്ളിലാണ് ഞാൻ ജനിച്ചത്. തറയിൽ എന്ന് വെച്ചുകൊണ്ട് എന്താണ്? വീടിനുള്ളിൽ. ഈ തറയ്ക്കുമേല് അകത്തെ വായു, ഇവിടുത്തെ വായു ശ്വസിച്ച്, ഈ വീടിൻ്റെ ഗന്ധം ശ്വസിച്ചുകൊണ്ട് ഞാനിവിടെ വളർന്നു അല്ലേ? ജനിച്ച് കഴിഞ്ഞിട്ട് അവിടെയാണ് ജനിച്ചത്. ജനിച്ചിങ്ങനെ വളർന്നു. നിന്റെ തട്ടുകൾക്ക് കീഴിൽ ഈ ദിനം വരെ, ഈ ദിവസം വരെ. നാളെ ഇവിടെ ഇല്ല. നാളെ അവർ ഇന്ന് പോവുകയാണ്. നാളെ ഈ വീട്ടിൽ അന്തിയുറങ്ങുന്നില്ല, അല്ലെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല. കാരണം അവർ സന്യാസിനിയായിട്ട് പോവുകയാണ്. ഈ ലോകത്തെ ലൗകികമായ എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞാണ് എവിടേക്ക് പോണത്? സന്യാസത്തിലേക്ക് പോകുന്നത്. അപ്പോൾ പറയാണ്, ഇത്രയും നാൾ ഞാൻ ഈ വീടിനുള്ളിലായിരുന്നു. ഈ പറഞ്ഞെന്താണ്? തട്ടുകൾക്ക് താഴെ എന്ന് വെച്ചാൽ വീട്ടിനുള്ളിൽ എന്നുള്ള ഉദ്ദേശം. വീട്ടിനകത്ത് ഈ തട്ടുകൾക്ക് താഴെ, ഈ മച്ചിന് താഴെ അല്ലേ? ഇവിടെ ഞാൻ എല്ലാവരുമായിട്ട് ഇരിക്കുകയായിരുന്നു അല്ലേ? കീഴിൽ ഈ ദിനം, ഈ ദിവസം വരെ നിറഞ്ഞ മോദമോടാണ് ഞാൻ പാടുന്നത്, സന്തോഷത്തോടാണ്. കാരണം അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ അടങ്ങിയ ഒരു കുടുംബമായിരുന്നു. എല്ലാ സുഖസൗകര്യങ്ങളും ഒരുപക്ഷെ അധികമില്ലെങ്കിലും അവരെല്ലാം സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സുഖസൗകര്യങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷെ നമുക്ക് സന്തോഷമുണ്ടോ? നേരെ ചൊവ്വേ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റത്തില്ല അല്ലേ? അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്, നമ്മൾ ജീവിച്ചു പോണത്. ഇവർ പക്ഷേ അല്പമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നമ്മൾ നല്ല സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. നിറഞ്ഞ മോദമോടാണ്. മോദം എന്ന് വെച്ചാൽ എന്താണ്? സന്തോഷം. വല്ലി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു? വല്ലി, വള്ളി, വല്ലി, വള്ളി. മോദം, സന്തോഷം. അപ്പോൾ എന്താ പറഞ്ഞേ? നിറഞ്ഞ മോദമോടെ, നല്ല സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ കഴിഞ്ഞത്. മതീയ ഗേഹമേ, മതീയം എന്നർത്ഥം എൻ്റെ ഗേഹമേ, എൻ്റെ വീട്. അയ്യോ, വീടിനോട് പറയുകയാണ്
ഉള്ളിൽ വളരെ സന്തോഷത്തോടെ സഹോദരങ്ങളോടും അച്ഛൻ്റെയും അമ്മയോടും കൂടി ഞാൻ ഈ ദിനം വരെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. മതീയ ഗേഹമേ, മതീയ വെച്ചാൽ എൻ്റേത്, മതീയത്തിന് വിപരീതം തദീയം, മതീയം മതീയുടെ വാക്കുമെത്താം എൻ്റേത്. വിപരീതം തദീയം. മതീയം തദീയം. എൻ്റെ ഗേഹമേ, മതീയ ഗേഹമേ, എൻ്റെ വീട്. എന്താ പറഞ്ഞേ? ഇറങ്ങിയിടുന്നു, നിന്നെ വിട്ടു പോയിടുന്നു നിത്യമായി എന്നേക്കുമായി. ഞാൻ നിന്നെ ഇറങ്ങിയാണ്, വീട് വിട്ടിറങ്ങാൻ പോവുകയാണ്. ഹലോ ഗൃഹമേ, എന്താ പറഞ്ഞേ? ഇത്രയും നാൾ നീ എനിക്ക് എന്താണ് താങ്കൾ തണലുമായിട്ട് നിന്നു അല്ലേ? അല്ലെങ്കിൽ സഹോദരങ്ങളോടൊപ്പം അച്ഛൻ്റെ അമ്മയോടൊപ്പം വളരെയധികം സന്തോഷപൂർണ്ണമായ ഒരു ജീവിതമായിരുന്നു ആർക്ക് ഈ വ്യക്തിക്ക് അല്ലേ? ഇപ്പോൾ സിസ്റ്റർ ആകാൻ പോണ വ്യക്തിക്ക്. പക്ഷെ ഇപ്പോൾ പോയേ പറ്റത്തുള്ളൂ. ആ വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളും വെടിഞ്ഞ, അല്ലെങ്കിൽ ആ സന്തോഷം, കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ സന്തോഷങ്ങളൊക്കെ വെടിഞ്ഞാണ് ഇനി എവിടെ പോകേണ്ടത്? ആ മഠത്തിലേക്ക് പോവുകയാണ്. ഞാനിതാ നിന്നെ വിട്ടു പോവുകയാണ്, നിത്യമായി വിട്ടു പോവുകയാണ്, എന്നേക്കുമായിട്ട്. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല. കാൽ മുന്നോട്ട് മാത്രമേ ഉള്ളൂ, ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി പോലും വരത്തില്ല. തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ എന്ത് വരും? ഓടി വരും ഈ സഹോദരങ്ങളുടെ മുഖം കാണുമ്പോൾ അല്ലേ? അതുകൊണ്ട് തിരിഞ്ഞു നോക്കാതായിരിക്കാം ഒരു പക്ഷേ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും. ദേശാടനം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, ദേശാടനം. ആ സിനിമയിൽ ഒരു കൊച്ചുകുട്ടിയെ അത് ഒരു സന്യാസ ജീവിതം നയിക്കാൻ പോകുന്ന ഒരു കാഴ്ച. ആ സിനിമ അതാണ് ദേശാടനം. ആ പേര് തന്നെ അങ്ങനെ വന്നതാണ്. നല്ല അവാർഡൊക്കെ കിട്ടിയ ഒരു സിനിമയാണ് കേട്ടോ. നല്ലൊരു സിനിമയായിരുന്നു. അതെന്ന് വെച്ചാൽ വലിയ ചിരിക്കാനുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എന്താണ്, എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു. വലിയൊരു സത്യം നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതിൽ ഇതുപോലെ ഒരു കൊച്ചുകുട്ടി, ഇപ്പോൾ കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്, അത് കൊച്ചുകുട്ടിയാണ്, ഇപ്പോൾ ഇങ്ങനെ എന്താണ് കളിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ കുട്ടിയുടെ ജാതകത്തിലൊക്കെ വിശ്വാസമുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ ആ ജാതകത്തിൽ ഈ കുട്ടിക്ക് എന്താണ് സന്യാസയോഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടി സന്യാസിയാക്കണം, അതാണ് അങ്ങനെ ഒരു യോഗമാണ്. അതിനുവേണ്ടി അത് പഠിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അതിനെ ഇതുപോലെ ആശ്രമത്തിൽ കൊണ്ടുപോയി വിടുന്നതായിട്ടൊരു കാഴ്ചയുണ്ട്. അങ്ങനെ ആ കുട്ടി പോകും. പക്ഷേ ആ കുട്ടിക്ക് ഇതുപോലെ പോകാൻ ഒരു താല്പര്യമൊന്നുമില്ല. കാരണം എന്താണ്, കൊച്ചുകുട്ടിയാണ്, കളിച്ചൊക്കെ നടക്കുന്ന പ്രായമാണ്. പക്ഷെ പോയി അവിടെ ചെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ചു. എന്നിട്ടൊരിക്കൽ തിരിച്ചു വന്നപ്പോൾ വീട്ടിലുള്ളവർ ആ കുട്ടിയെ സന്യാസിയായിട്ടാണ് കാണുന്നത്. അമ്മ പോലും അമ്മയെ കണ്ടിട്ട് പോലും അമ്മയെ കണ്ട സന്തോഷത്തിൽ പോലും അമ്മ തിരിച്ച അമ്മയുടെ മനസ്സിൽ ദുഃഖം ഉണ്ടെങ്കിലും അത് കാണിക്കുന്നില്ല. കാരണം കുട്ടിയെ സന്യാസിയാകാനാണ് എൻ്റെ യോഗം. അങ്ങനെ അതിനുവേണ്ടി വിട്ടുകഴിഞ്ഞു. അങ്ങനെ ഒരു സിനിമയുണ്ടായി. അത് നമുക്ക് സങ്കടം വരുന്ന സിനിമയാണ്. കാരണം കൊച്ചുകുട്ടിയാണ് എല്ലാവരും കൂട്ടുകാരുമായിട്ട് കളിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം അതിനെ ആ സ്ഥലത്ത് കൊണ്ടുപോകുന്നു. അവിടുത്തെ വലിയ സ്വാമിയെടുത്ത് പഠനം നടത്തുന്നു. ഇതുമായിട്ടുള്ള വേദപഠനമൊക്കെ നടത്തി സന്യാസിയാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ കുട്ടി തിരിച്ചു വരുമ്പോൾ അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ വളരെ ആദരപൂർവ്വം നിൽക്കുന്നു. സ്വന്തം മകനാണ് അല്ലേ? ആദരപൂർവ്വം നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നിങ്ങൾ കാണാൻ പറ്റുവാണ്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, എങ്കിലും കാണാതെ കാണും. ഈ സന്യാസ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ? മതീയ ഗേഹമേ, അല്ലയോ ഗേഹമേ, അല്ലേ പിന്നെ എന്താണ് എൻ്റെ ഗൃഹമേ, ഞാൻ നിന്നെ നിത്യമായിട്ട് വിട്ടു പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സന്യാസ ജീവിതത്തിൻ്റെ സന്യാസ ജീവിതം നയിക്കാനായിട്ട് ഒരു വ്യക്തി പോകുമ്പോൾ ആ ബന്ധങ്ങളെയൊക്കെ വേർപെടേണ്ടി വരുമ്പോഴുള്ള ഒരു ദുഃഖം അല്ലേ? പക്ഷേ ദുഃഖം കാണിക്കാതെ തന്നെ പോകേണ്ടിയിരിക്കുന്നു. വീട്ടുകാരെല്ലാം അല്ലെങ്കിൽ വീട്ടിലുള്ള സഹോദരങ്ങളെല്ലാം ആ ദുഃഖം നെളിച്ചിട്ട് നമുക്കുമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അതിലേക്ക് വെടിഞ്ഞ് പോയേ പറ്റത്തുള്ളൂ. കാരണം അതാണ് അവരുടെ യോഗം. മനസ്സിലായല്ലോ? ഇപ്പോൾ വീടിനോട് യാത്ര പറഞ്ഞു, ആദ്യം സഹോദരങ്ങളോട് യാത്ര പറഞ്ഞു, പിന്നീട് ആരോട് യാത്ര പറയുന്നു? സ്വന്തം വീടിനോട് യാത്ര പറയുന്നു അല്ലേ? ജനനം മുതൽ നമ്മൾ ജീവിക്കുന്ന ആ വീടെന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ബന്ധമാണ് അല്ലേ? എത്ര നമ്മൾ എവിടെ പോയാലും നമ്മുടെ ആ വീടും സ്ഥലവും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കും. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്.
പക്ഷേ ഇത് പോയേ പറ്റത്തുള്ളൂ അല്ലേ. ഒരു എന്താണ് നിത്യമായിട്ടാണ് യാത്ര പറയുന്നത്. അതുകൊണ്ടാണ് വലിഞ്ഞു മുറുക്കിയ നിന്ന സഹോദരനോട് പറയും എന്നെ വിടുക എന്ന് പറയുന്നത് അല്ലേ. ആശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ വീടിനോടും യാത്ര പറയുന്നത്. അപ്പോൾ പിറന്ന നാടും അല്ലേ വീടുമൊക്കെ വിട്ട സന്യാസ ജീവിതം സന്യാസിനിയാകാനായിട്ട് പോവുകയാണ്. അതാണ് പ്രാവശ്യത്തെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കരങ്ങളായ പിഞ്ചുവല്ലി രണ്ടുകൊണ്ടും എൻ്റെ മെയ് വലിഞ്ഞു കെട്ടി നിന്ന് കേണിടുന്ന കുഞ്ഞു സോദര, പിരിഞ്ഞുപോയിടേണ്ട നേരമായി എനിക്ക് ഞാനിതാ തരുന്നു നിൻ മുഖത്തൊരുമ വിട്ടയക്കുമെന്നെ. പിറന്നു നിന്തറയ്ക്കുമേൽ അകത്തെ വായും ശ്വസിച്ച് ഉറങ്ങി നിന്റെ തട്ടുകൾക്ക് കീഴിൽ ഈ ദിനം വരെ നിറഞ്ഞ മോദമോടുവാണ് ഞാൻ മതിയ കേതമേ ഇറങ്ങിയിടുന്നു നിന്നെ വിട്ട് പോയിടുന്നു നിത്യമായി. എന്താ നിത്യമായി എന്ന് പറയുന്നത്? എന്തായിരിക്കും എത്ര എന്നേക്കുമായി നിർത്താം നിത്യമായി അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് മനസ്സിലാക്കിയത്. അപ്പോൾ വീടിനോട് യാത്ര പറയുന്നു അല്ലേ, കുഞ്ഞു സഹോദരങ്ങളോട് യാത്ര പറയുന്നു, എല്ലാവരെയും എന്നെ അനുഗ്രഹിക്കാൻ പറയുന്നു. ഇതെല്ലാമാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. കാരണം ഒരു ഐഹികമായ ജീവിതം അല്ലെങ്കിൽ ലൗകിക ജീവിതം വെടിഞ്ഞു പോകാൻ പോണ ഒരു വ്യക്തിയുടെ മനസ്സിലെ വിചാരങ്ങൾ അല്ലെങ്കിൽ ചിന്തകളാണ് ഇവിടെ പറയുന്നത്. എല്ലാം വിട്ടുപോകണം എന്നുള്ള ഒരു കാര്യം മസ്റ്റാണ്. പക്ഷേ അവിടെയും ചെറിയ ദുഃഖമുണ്ട് അല്ലേ. സ്വന്തം വീട് ജനിച്ചു വളർന്ന ഇത്രയും നാളും ജനിച്ച് വളർന്ന ആ വീടിനെ ഉപേക്ഷിക്കേണ്ടി വരും. ആ വീട് ഇന്നും കൂടെ ഉള്ളു സ്വന്തം. നാളെ മുതൽ സ്വന്തമല്ല, നാളെ മുതൽ ആ മഠമാണ് സ്വന്തം അല്ലേ. അല്ലെങ്കിൽ എവിടെയാണോ പോകുന്ന ആ സ്ഥലമാണ് സ്വന്തം. സന്യാസിനിയാകാൻ പോകുന്ന സ്ഥലമല്ല, അവിടെയാണ് സ്വന്തം. ഇന്നും കൂടെ മാത്രമേ ഈ വീടുമായിട്ടുള്ള അവർക്ക് ഒരു ബന്ധമുള്ളൂ. അഭേദ്യമായ ബന്ധമായിരുന്നു വീടുമായിട്ട്. വീട് മാത്രമല്ല വീട്ടുകാരുമായിട്ട്. പക്ഷെ അതെല്ലാം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. ഇത് ചിലർക്കൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അല്ലേ. ഒരു കാലം കഴിഞ്ഞിട്ട് സംഭവിക്കുന്നവരുണ്ട്. അതായത് ലൗകിക ജീവിതം കഴിഞ്ഞിട്ട് സന്യാസം പോണവരുണ്ട്. പക്ഷെ ചിലരങ്ങനെയല്ല, നേരത്തെ പോകും. ലൗകിക ജീവിതത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ നേരത്തെ പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു യാത്രയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും വായിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ എഴുതിയ ആളിൻ്റെ പേര് കൃതികൾ ഓർപ്പിക്കണം. ആരോടൊക്കെയാണ് യാത്ര പറയുന്നത്, ആരോടൊക്കെയാണ് യാത്ര പറയുന്നത്? കാശി ആ സഹോദരങ്ങളോടും പിന്നെ ആരോടാ വീടിനും അല്ലേ. എന്താ ആദ്യം പറഞ്ഞത്? അനുഗ്രഹിക്കാൻ പറയുന്നില്ലേ? അനുഗ്രഹിക്കാൻ പറയുന്നത് എവിടെ കണ്ടുമുട്ടാന്ന് പറയുന്നു. എവിടെ കണ്ടുമുട്ടാന്ന് ആ ധീരജ പറഞ്ഞ് അതിനാന്തരസ്ഥിതി തട്ടിടാത്ത ആ ലോകം, അതായത് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം. യാതൊരു ദുഃഖമില്ലാതെ നമുക്ക് പരസ്പരം അവിടെ വെച്ച് കണ്ടുമുട്ടാം എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. വീടിനെ വിട്ടുപോകുന്ന ഒരു സന്യാസിനിയുടെ അല്ല ഒരു സന്യാസിനിയാകാൻ പോകുന്ന വ്യക്തിയുടെ മനസ്സിലെ അല്ലേ ആ ഒരു നേർത്ത ചിന്തകളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമ്മുടെ മനസ്സിലൊരു ചെറിയ ദുഃഖം വരുന്നുണ്ട് അല്ലേ. നിങ്ങളുടെ മനസ്സിലില്ലേ എത്രയും നാൾ ജീവിച്ചൊരു സ്ഥലത്തുനിന്ന് മാറിപ്പോകാന്ന് പറയുമ്പോൾ ശരി. നിങ്ങളെ എന്നുള്ള പദം തിരിച്ച് പറയാം. നിങ്ങളെ പദങ്ങളെ കുറിച്ച് പറയാറുണ്ടല്ലോ. ഒന്ന് പറയാം നിങ്ങളെ. എങ്ങനെ ഇരിക്കും? നിങ്ങളെ ബാലേഷ് പറഞ്ഞു. നിങ്ങൾ അധിക എൻ, നിങ്ങൾ അധിക എൻ, നിങ്ങളൻ, നിങ്ങളധികം എൻ, നിങ്ങളൻ. ചേർത്തിരിപ്പൊന്നുമില്ല, ചേർത്തിരിപ്പുള്ളവരാണ് അല്ല. ഇതൊക്കെ ഗ്രാമറുണ്ട്. അതൊക്കെ പിന്നീട് നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി, അടുത്ത ക്ലാസ്സിൽ പഠിച്ചാൽ. ഇളക്കമറ്റു എന്നുള്ള പദം എങ്ങനെ വിളിക്കും? ഇളക്കമറ്റു എങ്ങനെ വിളിക്കും? ഇളക്കമറ്റു. ആരെയും തിരിച്ചു പറഞ്ഞേ. ഇളക്കം അധികം അറ്റു. ഇതെല്ലാം നമ്മൾ നോട്ടിൽ എഴുതും എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. ആകുലത്തിൻ്റെ വിപരീതം പറഞ്ഞു, മതിയത്തിൻ്റെ വിപരീതം പഠിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആകുലോ മതിയോ അതിനകത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഓർത്തിരുന്നോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതെല്ലാം വീട്ടിൽ നിന്ന് വായിക്കണം. പാഠഭാഗം നല്ലോണം വായിക്കണം കേട്ടോ. വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ യാത്ര പറയുന്നു അല്ലേ. ഒരു വിടവാങ്ങൽ ചടങ്ങാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ പറയുന്നത് അല്ലേ. സന്യാസിനിയാകാൻ പോകുന്ന ഒരു വ്യക്തി തൻ്റെ വീടിനോടും തൻ്റെ സഹോദരങ്ങളോടും ഒക്കെ യാത്ര പറയുന്ന ഒരു വളരെ ശോക അല്ലേ ദുഃഖപൂർണ്ണമായ ഒരു സമയം. അതാണ് ഇവിടെ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ നിന്ന് വായിക്കുകയും
നോട്ട് അയച്ചു തരുമൊക്കെ വേണം കൃത്യമായിട്ട് സമയത്ത് അയച്ചു തരണേ. അതുപോലെ എല്ലാവരും സമയത്ത് തന്നെ ക്ലാസ്സിൽ ഇൻട്രാക്റ്റീവ് പങ്കെടുക്കണം. കുറച്ച് പേരുണ്ടാവും. ഞാനിപ്പോൾ പല പ്രാവശ്യമായിട്ട് ഞാൻ ക്ലാസ്സിൽ ഈ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ചെയ്യരുത്. ഇനിയിപ്പോൾ എക്സാം വരികയാണ്. ഇനി നിങ്ങളുടെ ഈ ഉഴപ്പൊക്കെ മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് പഠിക്കാനുള്ള കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെയ്യുമല്ലോ എല്ലാവരും? ശരി, നന്ദി, നമസ്കാരം.